സഹായം നൽകേണ്ട സർക്കാർ ആപ്പ് പണിമുടക്കി. ദുരിതത്തിലായത് ആകട്ടെ കനത്ത മഴയിൽ കൃഷി നശിച്ച ആലപ്പുഴയിലെ കർഷകരും. കൃഷിനാശം നേരിട്ട കർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാരം ഉറപ്പാക്കേണ്ട എയിംസ് 2.0 എന്ന പോർട്ടൽ പൂർണ്ണമായും തകരാറിലായതാണ് കർഷകർക്ക് ഇരട്ട ദുരിതമായത്. പോർട്ടലിലെ സാങ്കേതിക തകരാർ കാരണം അപേക്ഷിക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് കർഷകരാണ് വലയുന്നത്. സംസ്ഥാന കൃഷി വകുപ്പ് വികസിപ്പിച്ചെടുത്ത അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഏകജാലക സംവിധാനത്തിന്റെ നവീകരിച്ച പതിപ്പാണ് എയിംസ് 2.0. നേരത്തെ ഉണ്ടായിരുന്ന പോർട്ടൽ സൗഹൃദപരമല്ലെന്ന കാരണം പറഞ്ഞായിരുന്നു പുതിയ ആപ്പിന്റെ വരവ്. സ്മാർട്ട് ക്ലെയിം പ്രോസസ്സിംഗ് സംവിധാനത്തിലൂടെ ആനുകൂല്യം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വേഗത്തിലെത്തിക്കാമെന്നതായിരുന്നു ഇതിന്റെ ഗുണമേന്മയായി പറഞ്ഞിരുന്നത്. എന്നാൽ സാങ്കേതിക തകരാർ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. കൃഷിനാശമുണ്ടായാൽ ബന്ധപ്പെട്ട കൃഷി ഓഫീസർ ഒരാഴ്ചയ്ക്കകം FIR ഇടണമെന്നാണ്. 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ FIR ഇടണം. FIR ഇട്ട് 10 ദിവസത്തിനകം കർഷകൻ അവൻ്റെ നാശനഷ്ടം തിട്ടപ്പെടുത്തി അതിനുള്ള ക്ലെയിം ഈ പോർട്ടൽ വഴി ഫയൽ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം വന്ന് ഒരാഴ്ച കഴിഞ്ഞു. ആ സമയപരിധി എല്ലാം കഴിഞ്ഞിട്ടും എയിംസ് പോർട്ടൽ ജാമായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുൻകാലങ്ങളിലുണ്ടായിരുന്ന ആ പോർട്ടലിന് കാര്യക്ഷമത പോരാ എന്ന് പറഞ്ഞ് 2.0 എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം കൂടി കൊണ്ടുവന്നതിന് ശേഷവും അത് കർഷകർക്ക് യാതൊരു പ്രയോജനവുമില്ലാതെ മറ്റേതൊക്കെയോ ഫേമുകൾക്ക് ഇതിൻ്റെ മെയിൻ്റനൻസും ആ രീതിയിലുള്ള ചെലവുകളുമായി കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുകയാണ്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വിള പൂർണ്ണമായും നശിച്ച കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഇതോടെ ആയിരക്കണക്കിന് കർഷകരാണ് പ്രതിസന്ധിയിലായത്. അപേക്ഷ നൽകുവാനുള്ള സമയപരിധി കുറഞ്ഞത് 15 ദിവസത്തേക്ക് നീട്ടണമെന്നും പോർട്ടൽ പൂർണ്ണമായി സജ്ജമാക്കുന്നതുവരെ കൃഷിഭവനുകൾ മുഖേന അപേക്ഷ സ്വീകരിക്കണമെന്നുമാണ് കർഷക സംഘടനകളുടെ ആവശ്യം. വിഷയത്തിൽ കൃഷിമന്ത്രി അടിയന്തരമായി ഇടപെട്ട് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.